ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സ്കൂൾ ബസ് ട്രാക്കിങ്ങിനെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൈക്ക് ട്രാക്കിങ്ങിനെ പറ്റിയിട്ടാണ്. നമ്മുടെ ബൈക്ക് മോഷണം പോയാൽ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അതുപോലെ തന്നെ വേറൊരാൾ നമ്മുടെ ബൈക്ക് എടുക്കുന്ന സമയത്ത് ഓവറായിട്ട് ഫ്യൂൽ യൂസ് ചെയ്യുക, അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതിനുവേണ്ടിയുള്ള സൊല്യൂഷനായിട്ടാണ് ബയോട്ട് സിസ്റ്റംസ് നിങ്ങൾക്ക് മുമ്പിലായിട്ട് GPS ബൈക്ക് ട്രാക്കിംഗ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതൊരു ചെറിയ ഡിവൈസാണ്. ഈ ഡിവൈസ് ആർക്കൊക്കെയാണ് യൂസ്ഫുൾ എന്ന് നമുക്ക് നോക്കാം. 24/7 ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ഫ്ലീറ്റ് മാനേജേഴ്സ്, ഡെലിവറി ബോയ്സ്, ഈ വക ആൾക്കാർക്കാണ് മെയിൻലി നമുക്ക് ഈ GPS കൊണ്ട് യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. പിന്നെ പേഴ്സണൽ യൂസിനും നമുക്ക് ഈ GPS യൂസ് ചെയ്യാം. ഡിവൈസസ് നമ്മൾ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്ത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഉള്ളിലായിരിക്കും നമ്മളിത് ഫിറ്റ് ചെയ്യുന്നത്. എല്ലാവരുടെയും ഒരു ഡൗട്ടായിരിക്കും, ഇത് പുറത്ത് കാണും, നമ്മുടെ GPS ഇങ്ങനെ കാണുന്ന വിധത്തിലായിരിക്കും നിൽക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും ഒരു ഡൗട്ടായിരിക്കും. പക്ഷെ നമ്മളിതിൻ്റെ ഉള്ളിലായിരിക്കും ഫിറ്റ് ചെയ്യുന്നുണ്ടാവുക. നമുക്ക് ഈ ഡിവൈസസ് വെച്ചിട്ട് എങ്ങനെ ട്രാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം. ഇപ്പോൾ നമ്മൾ വർക്ക് പ്ലേസിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ഇതെങ്ങനെ അറിയാൻ പറ്റും, നമ്മുടെ വെഹിക്കിളിൽ എങ്ങനെയാണ് വെഹിക്കിളിൻ്റെ സ്റ്റാറ്റസ് എങ്ങനെ അറിയാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഡിവൈസസിൻ്റെ കൂടെ തന്നെ നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ആപ്പ് വഴി നിങ്ങൾക്ക് എവിടെ ഇരുന്നുകൊണ്ട് വേണമെന്നുണ്ടെങ്കിലും ഇത് ഡിവൈസസ് യൂസ് ചെയ്തുകൊണ്ട് ട്രിപ്പ് ഹിസ്റ്ററി നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നിങ്ങൾ നേരത്തെ പോയ ട്രിപ്പുകൾ, അതുപോലെ തന്നെ വണ്ടി സ്റ്റോപ്പായത്, ഓൺ ആയത്, എത്ര ദൂരം വണ്ടി സഞ്ചരിച്ചു എന്നുള്ളതും ഡിസ്റ്റൻസും ഒക്കെ നിങ്ങൾക്ക് അതിലൂടെ അറിയാനായിട്ട് പറ്റും. അടുത്ത് നമ്മളിതിൻ്റെ ഫീച്ചറായിട്ട് പറയാൻ പോകുന്നത് റിമോട്ട് ഇമ്മൊബിലൈസേഷനും ആൻറ്റി തെഫ്റ്റ് പ്രൊട്ടക്ഷനുമാണ്. അതായത് നമ്മളിപ്പോൾ വാഹനം ഏതെങ്കിലും സന്ദർഭങ്ങളിൽ മോഷണം ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ എൻജിൻ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അതിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. സേഫ്റ്റിയാണ് നമുക്ക് എപ്പോഴും ഫസ്റ്റായിട്ട് വേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ സ്പീഡിലാണ് വാഹനം ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ അലേർട്ട് നമ്മുടെ മൊബൈലിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓൾറെഡി നമുക്കൊരു സ്പീഡ് ലിമിറ്റ് സെറ്റ് ചെയ്യാം. അതിന് മുകളിലേക്ക് പോകുമ്പോൾ ആ സന്ദർഭങ്ങളിൽ നമ്മുടെ ഫോണിൽ അലേർട്ട് ലഭ്യമാകുന്നതായിരിക്കും. നമ്മളിപ്പം ബൈക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു ലൊക്കേഷൻ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ അപ്പുറത്തേക്കാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിലേക്ക് അലേർട്ട് കാര്യങ്ങൾ കിട്ടും. ഇതിനെയാണ് നമ്മൾ ജിയോ ഫെൻസിങ് എന്ന് പറയുന്നത്. ട്രാക്കിംഗ് സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത ബെനിഫിറ്റ്സ് ആയിട്ട് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂൽ മോണിറ്റർ ചെയ്യാനും അതുപോലെ തന്നെ മൈലേജസിൻ്റെ റിപ്പോർട്ടും നമുക്ക് കിട്ടുന്നതായിരിക്കും. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ വണ്ടി സർവീസ് ചെയ്യുക, അതുപോലെ തന്നെ ഓയിൽ ചേഞ്ച് ചെയ്യുക, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ മറക്കാറുണ്ട്. സോ ഇത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ട്രാക്കിംഗ് സിസ്റ്റം യൂസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ മൊബൈലിലേക്ക് അലേർട്ട് കിട്ടുന്നതായിരിക്കും. റിമോട്ട് ഇമ്മൊബിലൈസേഷന് 24/7 അലേർട്ട്, അതുപോലെ തന്നെ ട്രിപ്പ് ഹിസ്റ്ററീസ്, പിന്നെ നമുക്ക് ഇതിലൂടെ മൊബൈൽ ആപ്ലിക്കേഷനും കിട്ടും. നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിന്ന് നിങ്ങൾക്ക് വിവരങ്ങൾ അറിയാനുള്ള ഓപ്ഷനാണ് അതിൽ നിന്ന് ലഭ്യമാകുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.